നമസ്കാരം, എല്ലാവർക്കും ഹിൽടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു ബട്ടർ ചിക്കനാണ് നമ്മൾ ചെയ്യുന്നത്. അടിപൊളി ബട്ടർ ചിക്കൻ, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സാധനം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തതാണെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കനിലേക്ക് സിമ്പിൾ മാരിനേഷനാണ്. ചിക്കനിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ബട്ടർ ചിക്കൻ ഒരുപാട് എരിവുള്ള ഐറ്റം അല്ല, അപ്പം അധികം മുളക് പൊടി വേണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല രീതിയിൽ മിക്സിയിലിട്ട് അരച്ചെടുത്താണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ഇതങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം നമ്മുടെ ചിക്കനിലോട്ട്. അപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ നേരത്ത് എപ്പോഴും, അതായത് ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഓരോ രീതിക്കായിരിക്കും. ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയും അതേപോലെ തന്നെ ആർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കാണ്ട് മസാലയെല്ലാം നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് എല്ലാ പീസിലും മസാല ഉപ്പൊക്കെ പിടിക്കുന്ന രീതിക്ക് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ കൂടി ഇരിക്കട്ടെ. നമുക്കപ്പോഴത്തേനും ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ലേ ചെയ്യുന്നത്, അതായത് എണ്ണയ്ക്കകത്ത് മൊത്തത്തിൽ മുക്കി പൊരിക്കുകയല്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു പാൻ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഷാലോ ഫ്രൈ. അപ്പോൾ നമുക്ക് പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൂടായ കടായിക്കകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ എല്ലാ ചിക്കനും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ പറയുക, ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ബാക്കി നമുക്ക് ആ ഗ്രേവി അടിച്ച് അതിനകത്തിട്ട് പെട്ടിക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ചിക്കൻ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എല്ലാ പീസും ഒരുപോലെ ആയി വരണം. അപ്പോൾ മുകളിലുള്ളതൊക്കെ അടിയിലേക്ക് ആവട്ടെ. നല്ല വെയിറ്റാണ്, എടുത്ത് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളറൊക്കെ മാറി വരുന്നുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് ഇതിനകത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ഫുള്ള് ക്രിസ്പാവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം. കണ്ട നല്ല ജുമാഞ്ചി സാധനമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. എങ്ങനെയുണ്ടായിരുന്നല്ലോ ചിക്കൻ കഴിച്ചു നോക്കിയിട്ട്? ഇപ്പം തന്നെ ചിക്കൻ കറി ആയ പോലെ സാധനം. എടാ കറിയല്ലടാ ഫ്രൈ. നീ എല്ലാം ഈ തല തിരിച്ചാണല്ലോ പറയുന്നത്. അല്ല, മൊത്തത്തിൽ പറഞ്ഞത് എല്ലാ സാധനവും നീ പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. അപ്പോൾ കണ്ട നമ്മുടെ മസാലയൊക്കെ അങ്ങോട്ട് അടിയിൽ ഇതായിട്ടുണ്ട്, പക്ഷെ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫുള്ള് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർ ചിക്കൻ്റെ മസാല അടിക്കണം. മസാല എന്ന് പറഞ്ഞാൽ ഗ്രേവി അടിക്കണം. ഏറ്റവും ആ ഒരു സെറ്റപ്പ് സാധനം എന്ന് പറഞ്ഞാൽ ബട്ടർ ചിക്കൻ്റെ മസാലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാത്തവർക്കാണെങ്കിൽ ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒനിയൻ ഇട്ട് കൊടുക്കാം. നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞാണ് കേട്ടോ. കുനുകുനാന്ന് പറഞ്ഞാൽ ചുമ്മാ അരിഞ്ഞു വിട്ടാണ്, ഒരു ഇന്ന പോലെയൊന്നുമില്ല. കാരണം നമുക്കിതിന് മിക്സിയിൽ വെച്ച് അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി കണ്ടിട്ടില്ല, നല്ല തിക്കായിട്ടുള്ളത്, അതിലിട്ട് അരച്ചെടുക്കേണ്ട സാധനമാണ്. അപ്പോൾ ഇതിലോട്ട് ബട്ടർ ചിക്കൻ ആണല്ലോ, അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഒനിയൻ ബട്ടറിലേക്ക് കിടന്ന് ഇങ്ങനെ നൈസായിട്ട് സോട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഇങ്ങനെ ചുമ്മാ റഫായിട്ട് അരിഞ്ഞെടുത്താണ്, അതിലും ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാള ഇതുപോലെ ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ഇത് നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ബട്ടർ ചിക്കൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിച്ച് സാധനം കേട്ടോ. അപ്പോൾ ഇതിലോട്ടിനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത്രയും ഗ്രേവി ഉണ്ട്, അതുകൊണ്ട് ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും അങ്ങോട്ട് ഇതിനകത്തോട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാവേ. നമ്മുടെ ഗ്രേവിക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ തക്കാളിയും സവോളയും ഈ കാഷ്യൂനട്ടൊക്കെ ഇവിടെ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ. അത് തീ കുറച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പേസ്റ്റ് അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതേപോലെ തക്കാളി ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, സോസ് പോലെ. നമുക്കിത് വീട്ടിൽ കൊണ്ട് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. വീട് ഇവിടുന്ന് ഒരു എത്ര മീറ്റർ ഉണ്ടാവും അവിടെ? 100. 100ഒന്നുമില്ല, 50 മീറ്റർ ഉണ്ടാവുള്ളൂ. കൊണ്ട് അരച്ചിട്ട് വരാൻ ഞാൻ. അമ്മേ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് പേസ്റ്റ് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട, നല്ല സ്മൂത്തായിട്ട് സാധനം മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ ഇതേപോലെ നിന്ന് വേവിച്ച സാധനം മിക്സിയിലിട്ട് നല്ല സ്മൂത്തായിട്ട് അരയ്ക്കുക. വേണമെങ്കിൽ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം അല്ലടാ. അത് ജസ്റ്റ് ആ കുരു ഒന്നും ഉണ്ടാവില്ല, വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഡയറക്റ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കെന്നാൽ ബട്ടർ ചിക്കൻ്റെ ഫൈനൽ സ്റ്റേജ് പരിപാടി തുടങ്ങാം. ഉരുളി അടുപ്പത്തോട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ചൂടായ ഉരുളിയിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇടുമ്പം എപ്പോഴും ഒരുപാട് തീ വെക്കല്ല്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ബട്ടർ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ എന്നാടാ? കസ്തൂരി മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉലുവയുടെ ഇല. ഒരുപാട് വേണ്ട, കുറച്ച് മതി. നല്ല ഒരു ഫ്ലേവറുള്ള ഇലയാണ്. അപ്പം ഇതിട്ടൊന്ന് നൈസായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ബട്ടറിൽ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ബട്ടറിനകത്ത് നമ്മുടെ കസ്തൂരി മേത്തിയും അതുപോലെ തന്നെ ആ ഒരു ഗാർലിക് പേസ്റ്റൊക്കെ കടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് ഇനി ഗ്രേവി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആഹാ, ഉണ്ടോ, നല്ല സ്മൂത്തായിട്ട് ഫൈൻ പേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് ആ ഗ്രേവി എന്താ ബട്ടറും ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആക്കണം മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഭയങ്കര തീയിടരുത് കേട്ടോ. തീയിട്ട് കഴിഞ്ഞാൽ അത് അടുക്കി പിടിക്കുകയും കരിഞ്ഞു പോകും. അപ്പോൾ വളരെ നൈസായിട്ടുള്ള തീയിട്ട് വേണം നമുക്ക് ഇതാക്കാൻ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. അത് പോവാതെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്തോട്ട് താഴെ പോയി ഇത്ര നേരം നോക്കിയിരുന്ന് വെറുതെ ആകുമെന്ന് പറഞ്ഞു. ഓ, ചിക്കനും കൂടെ ഒക്കെ ഇടുമ്പോഴത്തേനും സാധനം വേറെ ലെവലാവില്ലടാ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഗ്രേവിക്കകത്തോട്ട് ഈ ചിക്കൻ അങ്ങ് മിക്സ് ചെയ്യാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടാ. റെഡിയായോ? ആ പിന്നെ ഇത്രേ ഉള്ളൂ. ഇനി ഒരു ലേശം കുറച്ച് നേരം ഒന്ന് വെച്ചൊന്ന് ഇതാക്കണം, ഒന്ന് തിളപ്പിച്ചെടുക്കണം. ലേശം ഒരു 5-6 മിനിറ്റ്. പിന്നെ ബാക്കിയെല്ലാം സെറ്റല്ലേ? പിന്നല്ല, സാധനം എങ്ങനെയുണ്ട്? സാധനം പൊളി. ഇതാണ് നമ്മുടെ ബട്ടർ ചിക്കൻ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ക്രീം കൂടെ ഒഴിച്ച് വയ്ക്കാം, ഫ്രഷ് ക്രീം കേട്ടോ. ഇനി നമുക്കിത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കണം. ആ ക്രീം കൂടെ അങ്ങോട്ട് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താണ് നിനക്ക് വല്ല പറയണ്ടോ? ഇതൊരു VIP ലുക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൂടെ മതിയടാ.
ഓക്കെ അല്ലേ, സംഭവം ഓക്കെയാണ്. സെറ്റാണ്. ഇതിൻ്റെ ഗ്രേവി ടേസ്റ്റ് ചെയ്ത് നിനക്ക് എന്താണ് ഇത് കാണുന്നവരോട് എന്താ പറയാനുള്ളത്? ഉറപ്പായിട്ടും ട്രൈ ചെയ്യണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു ഐറ്റമാണിത്. അത്രയ്ക്ക് അടിപൊളിയല്ലേ? അത്രയ്ക്ക് അടിപൊളി സാധനം സൂപ്പറാണ് കേട്ടോ. കാരണം നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ, അതിനെക്കാട്ടിലും ലെവൽ സാധനമാണ്, അടിപൊളിയാണ്. ഇപ്പം നമ്മൾ ചേർത്ത എല്ലാ സാധനം വേണമെന്നൊന്നുമില്ല, ഇതൊക്കെ ചേർത്താലാണ് ഒരു എക്സാക്റ്റ് അടിപൊളി ബട്ടർ ചിക്കൻ കിട്ടുക. അല്ലെങ്കിൽ ഇല്ലാത്ത വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, ആ രീതിക്ക് ചെയ്യുക. പവർ സാധനം എന്ന് പറഞ്ഞാൽ പവർ സാധനം, മസ്റ്റ് ട്രൈ. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിടാ. അടിപൊളി. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ ഗാർണിഷ് ചെയ്താലോ? പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ചിക്കൻ അല്ലേ? അതെ. അടുത്തായിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് നമ്മുടെ ക്രീം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇതിൽ കാറ്റല്ലടാ, അടിപൊളി കാറ്റില്ലേ, ചെറിയ മഴയൊക്കെ പെയ്യുന്ന ഫീൽ. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഗാർണിഷ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് ഇറക്കിയാലോ? അടുപ്പത്തു നിന്ന് ഇറക്കി മാറ്റി വെക്കാം. നമുക്ക് അടുപ്പത്തു നിന്ന് ഇറക്കാം കേട്ടോ. പൊള്ളി സാധനം കേട്ടോ, അടിപൊളി. അപ്പോൾ നമുക്ക് ഇത് ഇവിടോട്ട് വെക്കാം. ഇതാണ് നമ്മുടെ ബട്ടർ ചിക്കൻ. അപ്പോൾ നമ്മുടെ കിഡിലൻ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്ത് കൂട്ടിയുടെ കഴിക്കുക? നമ്മുടെ പൊറോട്ട, നമ്മുടെ അടിപൊളി സോഫ്റ്റ് നല്ല ലേഡ് വലിയ പൊറോട്ടയും കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ എന്നാൽ കഴിച്ചാലോ? അപ്പോൾ നമ്മുടെ അടിപൊളി ബട്ടർ ചിക്കൻ, ഇതിൻ്റെ മണം ഉണ്ടല്ലോ മോനെ, അടുത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കഴിക്കാനുള്ള ഇത്. മഴ വന്നു കേട്ടോ, അപ്പോഴത്തേനും നമ്മൾ ഔട്ടർ എടുക്കാൻ നേരത്ത് മഴ വന്നു, കുറച്ചൊന്ന് ലേറ്റ്. ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചാലോ? കിഡിലും പൊറോട്ടയൊക്കെ അടിച്ച് നിരപ്പാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, അടിച്ചങ്ങോട്ട് പൊളിച്ചിട്ടുണ്ട് ഫുള്ള്. അപ്പോൾ നമുക്ക് ബട്ടർ ചിക്കൻ നമുക്ക് ഈ പൊറോട്ടയിലേക്ക് അങ്ങോട്ട് കോരിയിടാം. ബട്ടറൊക്കെ മെൽറ്റായി കിടക്കുന്നുണ്ടോടാ? അത് മാൻ കുറേശ്ശെ പൊളി സാധനം കേട്ടോ. നമുക്ക് ഈ പൊറോട്ടയിലേക്ക് അങ്ങോട്ട് ഇടാം. അപ്പോൾ നമുക്ക് ഒരു കഷ്ണം പൊറോട്ടയും പൊറോട്ട വേറെ ലെവൽ ഇട്ടാ. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ പൊറോട്ടയും ബട്ടർ ചിക്കനും. ഒരു ടേസ്റ്റ് നമുക്ക് ഒരു പീസും കൂടെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ, നല്ല സൂപ്പർ ഗ്രേവി. കഴിക്കാം. എൻ്റെ മോനെ അഭിപ്രായം പറയാനൊക്കെയാ പറ്റത്തില്ല എന്നല്ല, പറയേണ്ട ആവശ്യമില്ല എന്നുള്ള സെറ്റപ്പ്. അതുപോലെ സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ഗ്രേവി മാത്രം മതിയടാ, എൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ മോനെ എന്തായാലും ഇത് ഇത്തിരി കഷ്ടപ്പെട്ടാലും ടേസ്റ്റ് വായിൽ വരുമ്പോൾ ഇതിനൊന്നും പറയാനില്ല. ഞാൻ ഇന്ന് വരെ ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് പോലും ഇത്രയും നേരം ബട്ടർ ചിക്കൻ കഴിച്ചില്ല. ചുമ്മാ ഇത് പറയാലോ കേട്ടോ, ഇത് സാധനം കണ്ടാൽ തന്നെ അറിയാലോ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ വെറുതെ നമ്മളുണ്ടാക്കിയിട്ട് അങ്ങോട്ട് തള്ളുകയല്ല. ഗംഭീരമാണ്. അപ്പം മഴ കനത്തുകൊണ്ടിരിക്കുകയാണ്, അതിന് നമ്മൾ സാധനമൊക്കെ ആയിട്ട് പോട്ടെ. കിഡിലും ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ കിഡിലും ബട്ടർ ചിക്കൻ. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായം ഉറപ്പായിട്ടും കമൻ്റ് ആയിട്ടായിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു, ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ എല്ലാ അപ്ഡേഷൻസും ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതാണ്. പിന്നെ ഇതിൽ മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഒന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്.